Welcome to class 12 physics. P51, unit 7, chapter 11, dual nature of matter and radiation, and this is for HSC, CBSE and ISC students. Class 12 physics, dual nature of radiation and matter. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ മാറ്ററാണ്. റേഡിയേഷൻ്റെയും മാറ്ററിൻ്റെയും ഇരട്ട സ്വഭാവം. നേച്ചറിൻ്റെ രണ്ട് മാനിഫെസ്റ്റേഷനാണ് റേഡിയേഷൻ മാറ്ററും. ഇവയ്ക്ക് ഡുവൽ നേച്ചർ ഉണ്ട്. There are two manifestations of nature. They are matter and radiation, and both of these entities have two types of nature, dual nature. And dual nature we explain first. What is dual nature of radiation? Radiationൻ്റെ dual nature എന്ന് പറഞ്ഞാൽ എന്താണ്? The photoelectric effect could be explained considering that radiations consist of small packets of energy called quanta. These packets of energy can be treated as particles. ഇപ്പോൾ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് പോലുള്ള ഫിനോമിനൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റേഡിയേഷനെ നമ്മൾ പാക്കറ്റ്സ് ഓഫ് എനർജി എന്ന് പറയും. പാക്കറ്റ്സ് ഓഫ് എനർജി പാർട്ടിക്കിളായിട്ട് പറയും. അത്തരം പാർട്ടിക്കിളിനെ ക്വാണ്ടം, ലൈറ്റ് ക്വാണ്ടം എന്ന് പറയും. അപ്പോൾ ഈ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് മാത്രമല്ല, കോംപ്ലൻ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റേഡിയേഷനെ ഈ പ്ലാങ്ക്സ് തിയറി പ്രകാരമുള്ള റേഡിയേഷനെ ക്വാണ്ടമായിട്ട് വിചാരിക്കുന്നത്. ലൈറ്റ് ക്വാണ്ടം, ലൈറ്റ് ഫോട്ടോൺ, പാർട്ടിക്കിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റേഡിയേഷന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്നർത്ഥം. On the other hand, radiations exhibit a phenomenon of interference and diffraction which indicated that they possess a wave nature. So it may be concluded that electromagnetic radiations or simply radiations possess dual nature. എന്നാൽ ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, അതുപോലെ പോളറൈസേഷൻ പോലെയുള്ള ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ലൈറ്റ് റേഡിയേഷനെ നമ്മൾ വേവായിട്ട് വിചാരിക്കും. ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ പോലെയുള്ള ലൈറ്റ് ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഈ ലൈറ്റിനെ വേവായിട്ട് വിചാരിക്കും. അത് രണ്ടാമത്തെ നേച്ചർ, വേവ് നേച്ചർ. അപ്പോൾ രണ്ട് നേച്ചർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പാർട്ടിക്കിൾ നേച്ചർ, രണ്ടാമത്തെ വേവ് നേച്ചർ. ഈ രണ്ട് നേച്ചറും സൗകര്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട്, അഡ്വാൻറ്റേജസിൽ അപ്ലൈ ചെയ്തിട്ടാണ് പല ലൈറ്റ് ഫിനോമിനൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഫോട്ടോ ഇലക്ട്രിക് കോംപ്ലൻ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പാർട്ടിക്കിൾ നേച്ചർ എടുക്കും റേഡിയേഷൻ്റെ. അതേപോലെ ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ലൈറ്റിൻ്റെ വേവ് നേച്ചർ എടുക്കും. എന്ന് പറഞ്ഞാൽ ലൈറ്റിന്, റേഡിയേഷന് ഡുവൽ നേച്ചർ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഡുവൽ നേച്ചർ ഏതൊക്കെയാണ്? നമ്പർ 1 പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് നമ്പർ 2 വേവ് നേച്ചർ ഓഫ് റേഡിയേഷൻ. മാറ്ററിൻ്റെ കാര്യം പുറകെ പറയും. ഇനി നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ബിഗിനിങ് തുടങ്ങുന്നത് ഒരു ഹെഡ്സ് എക്സ്പെരിമെൻറ്റിലാണ്. ഹെഡ്സ് ഒബ്സർവേഷൻ. വാട്ട് ഈസ് ഹെഡ്സ് ഒബ്സർവേഷൻ ഓർ ഹെഡ്സ് എക്സ്പെരിമെൻറ്റ്? അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫിനോമിനൻ പഠിക്കുക. There are two experimental observations by Hertz and Leonard. What is Hertz observation? The phenomenon of photoelectric emission was discovered in 1887 by Heinrich Hertz during his electromagnetic wave experiment. In his experimental investigation on the production of electromagnetic waves by means of spark across the detector loop were enhanced when the emitter plate was illuminated by light from an arc lamp. The phenomenon of photoelectric emission was discovered in 1887 by Heinrich Hertz during his electromagnetic wave experiment. In his എക്സ്പെരിമെൻറ്റ്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുമായിട്ട് പരീക്ഷണം നടത്തിയപ്പോഴാണ് ഈ 1887 ഹെഡ്സ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചത്. In his experimental investigation on the production of electromagnetic waves by means of spark across the detector loop were enhanced when the emitter plate was illuminated by അൾട്രാവയലറ്റ് ലൈറ്റ് ഫ്രം ആർക്ക് ലാമ്പ്. അപ്പോൾ ഇത് അദ്ദേഹം ഒരു ഡിറ്റക്ടർ ലൂപ്പുണ്ട് ഈ വേവ്സ് ഡിറ്റക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ട് ചെയ്യുന്നത് ഒരു ലൂപ്പ് വെച്ചിട്ട് ആ ലൂപ്പിന് അക്രോസ് ആയിട്ട് സ്പാർക്ക് ജമ്പ് ചെയ്യുന്നത് നോക്കിയിട്ടാണ്. അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ സോഴ്സ് ഉണ്ട്. ആ സോഴ്സിന് സമീപത്ത് അദ്ദേഹം ഒരു ആർക്ക്, ഒരു ലൂപ്പ്, വയർ ലൂപ്പ് വെക്കും. ആ വയർ ലൂപ്പ് തമ്മിലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ്
ഗ്യാപ്പിലൂടെ ഈ വേവ്സ് ഗ്യാപ്പിലൂടെ സ്പാർക്ക് ലഭ്യം ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വന്ന് ഈ ലൂപ്പിൽ പതിക്കുമ്പോൾ. അതാണ് അദ്ദേഹം അതൊരു പരീക്ഷണം. പക്ഷെ അദ്ദേഹം കണ്ടത് അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചാൽ, കുറേ കൂടി എനർജി ഉള്ള ലൈറ്റ് ഉപയോഗിച്ചാൽ, അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചാൽ ആ സ്പാർക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആകുന്നത് കാണാം. ആ സ്പാർക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ ശക്തി കൂടിയ വേവ്സ് ഉപയോഗിച്ചപ്പോൾ അവിടെ കറണ്ട് കൂടിയെന്നുള്ള ആ പരീക്ഷണം. അടുത്തത് ലെനാർഡ്സ് ഒബ്സർവേഷൻ. ലെനാർഡ് കണ്ടുപിടിച്ചത് എന്താണ്? Lenard's observation. Lenard observed that when ultraviolet radiation were allowed to fall on emitter plate of an evacuated glass tube enclosing 2 electrodes, current flows. Lenard observed that when ultraviolet radiation were allowed to fall on emitter plate of an evacuated glass tube enclosing 2 electrodes, current flows. അപ്പോൾ ലെനാർഡ് എക്സ്പെരിമെൻറ്റിൽ ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അതിനകത്ത് 2 ഇലക്ട്രോഡുണ്ട്, ഒരു എമിറ്ററും പിന്നെ ഒരു കളക്ടറും. ആ എമിറ്ററിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ വരെ അലൗഡ് ടു ഫാൾ ഓൺ ദി എമിറ്ററിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ വീഴ്ത്തിയപ്പോൾ കറണ്ട് ഒഴുകുന്നതായിട്ട് അദ്ദേഹം കണ്ടു, കറണ്ട് ഫ്ലോ കണ്ടു. As soon as the ultraviolet radiations were stopped, the current flow also stopped. അൾട്രാവയലറ്റ് റേഡിയേഷൻ എമിറ്ററിൽ വീഴുന്നത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന കറണ്ടും നിലച്ചു. These observations indicate that when ultraviolet radiations fall on the emitter plate, electrons are ejected from it, which are attracted towards the positive plate by the electric field. അപ്പോൾ ഇത് ട്യൂബിനകത്ത് 2 പ്ലേറ്റ് ഉണ്ട്, ഒരു എമിറ്റർ പ്ലേറ്റ്, ഒരു കളക്ടർ പ്ലേറ്റ് ഉണ്ട്. റേഡിയേഷൻ എമിറ്ററിൽ വീഴുമ്പോഴാണ് കറണ്ടിൻ്റെ അളവ് കൂടുന്നത് മനസ്സിലായി. അപ്പോൾ ആ കൂടിയ കറണ്ടിനെ കളക്ടർ കളക്ട് ചെയ്യും, പോസിറ്റീവ് പ്ലേറ്റ് കളക്ട് ചെയ്യും. These observations indicated that when ultraviolet radiations fall on the emitter plate, electrons are ejected from it. അത് ഫോട്ടോ എമിഷനാണ്, ഫോട്ടോയിലക്ട്രിക് എമിഷനാണ്. Which are attracted towards the positive plate by the electric field, electric potential. ഇനി നമ്മൾ പറയുന്ന ഫോട്ടോയിലക്ട്രിക് എഫക്റ്റ് ആണ്. Now we say what is called photoelectric effect, an important phenomenon. It has wide applications. Photoelectric effect, the phenomenon of emission of electrons from the surface of substances, particularly metals, when exposed to electromagnetic radiations of suitable frequency is called photoelectric effect, and the emitted electrons are called photoelectrons. The phenomenon of emission of electrons from the surface of substances, mainly metals, when exposed to electromagnetic radiations of suitable frequency is called photoelectric effect, and the emitted electrons are called photoelectrons. അപ്പോൾ ചില മെറ്റലിൽ റേഡിയേഷൻസ് പതിക്കുക, അത് എക്സ്റേ ആകാം, ഗാമാറേ ആകാം, വിസുവൽ ലൈറ്റ് ആകാം. അവ വീഴുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുക. മെറ്റൽ സർഫസിൽ ലൈറ്റ് വീണാൽ ആ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാം, ഇലക്ട്രോൺസ് കറണ്ടാണ്. ലൈറ്റിന് വെച്ചാൽ ഫോട്ടോയാണ്, അതാണ് ഫോട്ടോ ഇലക്ട്രിക്. ലൈറ്റ് വീഴുമ്പോൾ ഇലക്ട്രോൺസ് ഉണ്ടാകുക, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. മെറ്റലിൻ്റെ സർഫസിൽ ലൈറ്റ് വീണാൽ അവയിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന ഫിനോമിനൻ, ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയും. ദ ഫിനോമിനൻ ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദി സർഫസ് ഓഫ് സബ്സ്റ്റൻസസ്, പർട്ടിക്കുലർലി മെറ്റൽസ്, when exposed to electromagnetic radiations of suitable frequency is called a photoelectric effect, and the emitted electrons are called photoelectrons. ഇനി ത്രെഷോൾഡ് ഫ്രീക്വൻസി. എന്നാൽ ഇങ്ങനെ ഈ ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ എല്ലാ ഫ്രീക്വൻസിയിലും എമിഷൻ ഉണ്ടാകണമെന്നില്ല. അതിനൊരു പർട്ടിക്കുലർ മിനിമം ഫ്രീക്വൻസി വേണം. ആ മിനിമം ഫ്രീക്വൻസി മുകളിലുള്ള റേഡിയേഷൻ വീണാൽ എമിഷൻ ഉണ്ടാകും, താഴെയാണെങ്കിൽ എമിഷൻ ഉണ്ടാകത്തില്ല. To happen the photo emission, there should be a minimum frequency. If radiation of this minimum frequency or above that frequency fall on the metal, photoelectric effect happens. And if the frequency is below a certain level threshold, this emission will not happen, and that is explained with the word threshold frequency.
What is threshold frequency? The minimum value of the frequency of incident radiation below which the photoelectric emission stops altogether is called threshold frequency. The minimum value of the frequency of incident radiation below which the photoelectric emission stops altogether is called ത്രഷോൾഡ് ഫ്രീക്വൻസി. ഇപ്പം മെറ്റലിൽ റേഡിയേഷൻ പതിക്കുകയാണ്, എമിഷൻ ഉണ്ടാകുന്നുണ്ട്. ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ എത്തിയാൽ ന്യൂസർ എന്ന് പറയും. ന്യൂസർ എത്തിയാൽ എമിഷൻ സ്റ്റോപ്പാകും. അതിന് താഴെ ലൈറ്റ് വീണാൽ ലൈറ്റ് എത്ര ഇൻറ്റൻസ് ആണെങ്കിൽ എമിഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ എമിഷൻ ഉണ്ടാകാൻ വേണ്ട മിനിമം ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. അത് ന്യൂ സീറോ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ മിനിമം വാല്യൂ ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ബിലോ വിച്ച് the photoelectric emission stops altogether is called the threshold frequency, and that we represent as ന്യൂ സീറോ. ന്യൂ സീറോ എന്നുള്ള സിമ്പിളാണ് അതിനു വേണ്ടി ഉപയോഗിക്കുക. We use the symbol ന്യൂ സീറോ. ഇനി അടുത്തത് ലോസ് ഓഫ് ഫോട്ടോയിലക്ട്രിക് എമിഷൻ ആണ്. 4 ലോസ് ഉണ്ട്, 4 ഇമ്പോർട്ടൻ്റ് ആണ്, കാണാതെ പിടിക്കണം, ബൈഹാർട്ടാണ് കാര്യങ്ങൾ. Laws of photoelectric effect is very important. Number 1, for a given metal and a radiation of fixed frequency, the number of photoelectrons emitted is proportional to the intensity of incident radiation. For every metal, there is a particular frequency. The number of electrons emitted, the current produced proportional to the intensity of light falling. ശക്തമായിട്ടുള്ള പ്രകാശം വീണ് കഴിഞ്ഞാൽ കൂടുതൽ ഫോട്ടോയിലക്ട്രിക് കറണ്ട് ഉണ്ടാകും ഒരു പ്രത്യേക ഒരു ഫ്രീക്വൻസിയിൽ. നമ്പർ 2, ഫോർ എവരി മെറ്റൽ ദർ ഇസ് എ സെർട്ടൻ മിനിമം ഫ്രീക്വൻസി ബിലോ വിച്ച് നോ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഹവർ ഹൈ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ദ ഫ്രീക്വൻസി ഇസ് കോൾഡ് ത്രഷോൾഡ്. അപ്പോൾ ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസി ഉണ്ട് എല്ലാ മെറ്റലിലും. അതിന് താഴെ ഫ്രീക്വൻസിയുടെ ലൈറ്റ് വീണാൽ ആ ലൈറ്റ് എത്ര ശക്തമാണെങ്കിലും എമിഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ എമിഷൻ ഉണ്ടാകാൻ വേണ്ട മിനിമം ഫ്രീക്വൻസിയെ നമ്മൾ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയാം. നമ്പർ 3, ഫോർ ദ റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി ഹയർ ദാൻ ദ ത്രഷോൾഡ് ഫ്രീക്വൻസി ദി മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദി ഫോട്ടോ ഇലക്ട്രോൺസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അപ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി ½ വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ആശ്രയിച്ചിരിക്കും. The kinetic energy of the electron is proportional to frequency of the radiation incident, and this kinetic energy is independent of intensity of light, intensity of radiation. Number 4, photoelectric emission is an instantaneous phenomenon. അത് സൈമൾട്ടേനിയസ് ആണ്. റേഡിയേഷൻ എപ്പോൾ പതിക്കുന്നു ആ നിമിഷം എമിഷൻ ഉണ്ടാകും. Photoelectric emission is an instantaneous phenomenon. You study the 4 laws, important. ഇനി ഒരു ബോർഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ അടുത്തത് എ ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ഈസ് ആൻസർഡ് ഹിയർ. എ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഈസ് ആൻസർഡ് ഹിയർ. എ ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആൻസർഡ്. യു സീ ദി ക്വസ്റ്റ്യൻ ബിഗിൻസ് വിത്ത് എ ഗ്രാഫ്. ഇപ്പോൾ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എക്സ് ആക്സിൽ പൊട്ടൻഷ്യൽ, ഓൺ ദി വൈ ആക്സിസ് ഫോട്ടോയിലക്ട്രിക് കറന്റ് ഈസ് മാർക്ക്ഡ് ആൻഡ് ദർ ഇസ് എ പോയിന്റ് ഓൺ ദി നെഗറ്റീവ് x-axis, that is B0, and it is called stopping potential. The intensity of radiations are given. I took it to an I1. In that manner, it is represented. The variation of photoelectric current with the potential of anode is shown in the graph. What information do you get from the graph? 1 mark. എന്ത് ഇൻഫർമേഷൻ ആണ് നമുക്ക് ഈ ഗ്രാഫിൽ കിട്ടുന്നത്? വാട്ട് ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് ഫ്രം ദ ഗ്രാഫ്? എന്ത് വിവരമാണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത്? ഗ്രാഫ് ഓർത്തിരിക്കുക. അടുത്ത പാർട്ട് റേഡിയേഷൻ. ബി പാർട്ട് റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി 10⁻15 Hz. Frequency 10⁻15 Hz are incident on 2 photosensitive surfaces P and Q. Following observations are made. PQ എന്ന് പറയുന്ന 2 മെറ്റലുണ്ട്. അതിൻ്റെ പുറത്ത് റേഡിയേഷൻ 10⁻15 Hz ഉള്ള റേഡിയേഷൻ പതിക്കുകയാണ്. അപ്പോൾ കാണുന്ന 2 കാര്യങ്ങൾ പറയുകയാണ്. ക്വസ്റ്റ്യൻ എല്ലാ കാര്യങ്ങളാണ്. സർഫസ് പേ ഫോട്ടോ എമിഷൻ ഒക്കേഴ്സ് ബട്ട് ദി ഫോട്ടോ ഇലക്ട്രോൺസ് ഹാവ് 0 കൈനറ്റിക് എനർജി. ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടാകും, പക്ഷേ കൈനറ്റിക് എനർജി ഇല്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എമിഷന് വേണ്ടിയുള്ള വർക്ക് ഫംഗ്ഷനായിട്ട്
ഈ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജി വിനിയോഗിക്കും. നോ കൈനറ്റിക് എനർജി. Second point, the surface Q. Surface Q ൻ്റെ കാര്യം പറയാണ്. Photo emission occurs and photoelectrons have some kinetic energy. ഇപ്പോൾ മെറ്റൽ ക്യൂവിന് വ്യത്യസ്തമായിട്ട് ഇവിടെ എമിഷൻ ഉണ്ടാകുകയും ചെയ്യും, ആ ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജി കാണുകയും ചെയ്യും. മുമ്പത്തെ കേസിൽ കൈനറ്റിക് എനർജി ഇല്ലായിരുന്നു. വിച്ച് ഓഫ് ദീസ് ഹാസ് എ ഹയർ വർക്ക് ഫംഗ്ഷൻ? അപ്പോൾ ഈ രണ്ട് മെറ്റീരിയലിൽ ഏതിനാണ് വർക്ക് ഫംഗ്ഷൻ കൂടുതലുള്ളത്? Which of these has higher work function if the incident frequency Which of these has a higher work function? If the incident frequency is slightly reduced, what will happen to photoelectron emission in two cases? അതാണ് questions. You see the answers. ഫസ്റ്റ് പാർട്ട്, ഗ്രാഫിൽ നിന്ന് എന്ത് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്? എ പാർട്ട്, ഫോട്ടോഇലക്ട്രിക് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ പൊട്ടൻഷ്യൽ. അത് എവിഡൻ്റ് ആണല്ലോ, ആ കറണ്ട് പൊട്ടൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അത് ആദ്യം നമ്മൾ കാണിച്ചിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻറ്റൻസിറ്റി ആശ്രയിക്കുന്നില്ല. പിന്നെ ബി പാർട്ട്, സർഫസ് പി ഹാസ് എ ഹയർ വർക്ക് ഫംഗ്ഷൻ ബിക്കോസ്. അപ്പോൾ പി ക്യൂ രണ്ട് മെറ്റലാണ്. അപ്പോൾ സർഫസ് പിയിൽ വർക്ക് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, അവിടെ കൈനറ്റിക് എനർജി ഇല്ല. സർഫസ് ക്യൂബിൽ വർക്ക് ഫംഗ്ഷൻ ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ അതിനുള്ള ഇൻഫർമേഷൻ ഇതാണ്. സർഫസ് പി ഹാസ് ഹയർ വർക്ക് ഫംഗ്ഷൻ ബിക്കോസ് ഹോൾ ഓഫ് ദി എനർജി ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഇസ് യൂസ്ഡ് ടു ടേക്ക് ഔട്ട് ദ ഫ്രീ ഇലക്ട്രോൺസ് ഫ്രം സർഫസ് പി. അപ്പോൾ സർഫസ് പിയിൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്തു കൊണ്ടുവരാൻ എല്ലാ എനർജി ഉപയോഗിച്ചു. മറ്റേ കേസിലാണെങ്കിൽ പിന്നെ കൈനറ്റിക് എനർജി ഇലക്ട്രോണിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി കൊടുക്കാതെ ആ റേഡിയേഷൻ്റെ കംപ്ലീറ്റ് എനർജി ഈ ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ കൂടുതലാണ്. വർക്ക് ഫംഗ്ഷൻ Φ0 h nu - ½ m². ഇത് ഐൻസ്റ്റീൻസ് ഫോട്ടോഇലക്ട്രിക് ഇക്വേഷൻ ആണ്, നമ്മൾ ഉടനെ പഠിക്കുന്നതാണ്. വർക്ക് ഫംഗ്ഷൻ കാണുന്നത് h nu - ½ m². h nu ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജിയാണ്, ½ m² ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ h nu - ½ m² ആണ്. h nu ഇൻസിഡൻറ്റ് ഫോട്ടോൺ എനർജിയാണ്, ½ m² ഇജക്റ്റഡ് ഇലക്ട്രോൺ കൈനറ്റിക് എനർജിയാണ്. For surface P, kinetic energy is 0, ½ m² is 0, therefore Φp. The work function of P surface, Φp is equal to h nu. For surface Q, kinetic energy not equal to 0. That is Φq, work function of Q, h nu minus ½ m². അപ്പോൾ ഈ Φp പറഞ്ഞപ്പോൾ h nu വന്നു, Φq പറഞ്ഞപ്പോൾ h nuവിൽ നിന്ന് ഒരു ടേം കുറച്ചു. അപ്പോൾ ഏതാണ് വലുത്? Φp ആണ് വലുത്. ദാറ്റ് ഈസ് Φp ഗ്രേറ്റർ ദാൻ Φq. അതാണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ആ കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺ എമിഷൻ ഇല്ലാത്ത മെറ്റലിലാണ് വർക്ക് ഫംഗ്ഷൻ കൂടുതൽ. പിക്കാണ് വർക്ക് ഫംഗ്ഷൻ കൂടുതൽ. കൈനറ്റിക് എനർജി ഉള്ളപ്പോൾ കാരണം പാർട്ട് അതിനു വേണ്ടി ഉപയോഗിക്കും. When the frequency of incident radiation is decreased, the surface P will not emit electrons. പിയിൽ ത്രെഷോൾഡാണ് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ത്രെഷോൾഡിൽ താഴെ ഫ്രീക്വൻസി പോയി കഴിഞ്ഞാൽ പി എമിറ്റ് ചെയ്യത്തില്ല.
The surface Q will emit photoelectrons, but their kinetic energy decreases. രണ്ടാമത്തെ കേസിൽ ഫോട്ടോ അത് വർക്ക് ഫംഗ്ഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ എനർജി കുറയുന്നത് കാരണം ഫ്രീക്വൻസി കുറയുമ്പോൾ എനർജി കുറയുന്നത് കാരണം എമിറ്റഡ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ദി ആൻസർ. So answer is evident. You read repeatedly, then you can understand clearly. This is a bold question. That is all. That is all with your 51st class. Thank you very much.